ഇവിടം വരും. മഴ പെയ്താ പോയി. പിന്നെ മേഡം ഇത് മയിലും ഈ മയിലും തത്തയും നശിപ്പിക്കുകയാണ്. ഈ തത്ത ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കണ്ടുപോകാൻ പറ്റും. മയിൽ ചുറ്റുവട്ടം ആർമിയില്ല. പന്നീൻ്റെ ഒരു ശല്യം കുറഞ്ഞപ്പോൾ മയിലിൻ്റെ ശല്യം. അത് ഞാനൊന്നും എടുത്തോ. ഇങ്ങനെ വേറെ വായും പൂളി ഒന്നും ഉണ്ടാക്കിയിട്ട് പന്നീര് ശല്യം ഒരു സാധനം തരില്ല. അപ്പൊ ഇങ്ങനെ ഇട്ടുങ്ങാണ്ട് ഇതിന് വലിയ പന്നി ശല്യമല്ല. അതിന് സമാധാനം. പന്നി ഇതിക്ക് കയറിയില്ല, പന്നി വീട് എത്തുന്നില്ല. അതും സമാധാനം. അയാൾ പോയാന്നല്ലാതെ നമ്മൾ കൂലിക്കാർക്ക് പൈസ കൊടുക്കുക, വിൽക്കുമ്പോൾ വിലയില്ല. അപ്പൊ വാഴയ്ക്ക് എത്ര 26. കഴിഞ്ഞ പ്രാവശ്യം കാട്ടക്കരമ്പി വാഴ 18 വരെ 4 ലക്ഷം ഉറുപ്പ്യ എനിക്ക് പോയത്. കാട്ടക്കരമ്പി എൻ്റെ 16 റുപ്യക്ക് പറഞ്ഞാൽ എൻ്റെ വളമട്ട വായിട്ടോ കിട്ടൂല. അതൊക്കെ തന്നെ. എത്ര സ്ഥലത്താണ്? ഇത് 2 ഏക്കർ. 2 ഏക്കർ. ആ ഒരു ദിവസം ഒഴിവാക്കി എന്തേലും ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടി. പൈസ ചിലവാക്കിയ ആൾക്കാർ വന്നാൽ കിട്ടൂല്ലെങ്കിൽ കിട്ടൂല. ഇതൊന്നും പ്രതീക്ഷിക്കാം. 1,00,000 രൂപ ചിലവായി. ഇതിന് പൂവ് പറഞ്ഞാൽ വലിയ പൂവിന് കുറച്ച് വിത്ത് കിട്ടും. വലിയ പൂവ് അതിൻ്റെ വലിയ 1/2 കിലോ തൂക്കം വേണം ഒരു പൂവ്. എന്നെങ്കിൽ നമുക്ക് കൃഷിയായിട്ട് ഇറക്കാൻ പറ്റുള്ളൂ. 1/2 കിലോൻ്റെ ചോട്ടിൽ വന്നാൽ കൃഷി അത് മൊത്തം വേണമല്ലോ. 1.5 കിലോണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊന്നും ചെറിയ ഒന്നും കിട്ടില്ല. ഈ വലിയ പൂവുമ്പോൾ കുറച്ച് പെരുക്കുണ്ടാവും. അതിനാണെങ്കിൽ മെച്ചാണ്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടില്ല. കാലാവസ്ഥയാണ് ചോദിച്ചല്ല. ഇവിടെ നല്ല തണുപ്പ് കാലാവസ്ഥ വേണം. കർണാടകയിലും തമിഴ്നാടൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ പറ്റും, ഇവിടെ പറ്റില്ല. അവിടെയാണ് ഈ കാഴ്ചക്കാർ കിട്ടിയാൽ നമ്മൾ ചിലവാക്കി കായ്ക്കും. എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി. ഇല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 28 കിട്ടി. 1,65,000 രൂപ ചിലവാണ്. ആകെ 40,000 രൂപ ഇട്ട് ഉദ്ഘാടനം കഴിഞ്ഞാൽ തുടങ്ങിയ മഴ 6 ദിവസം രാവും പകലും മഴ. ആൾക്കാർ ഇഷ്ടംപോലെ 10 ലക്ഷം രൂപ ഈസിയായിട്ട് കിട്ടി. പക്ഷെ ജനങ്ങളൊക്കെ ഇറങ്ങാൻ കഴിയേണ്ട മഴ ചീഞ്ഞാണ് പോയി. ഒന്നും കിട്ടി. ഒക്കെ തന്നെ ഇപ്പൊ എന്നത് ഒരു മഴക്കാലം തിരക്കില്ല. പിന്നെ പിറ്റത്തെ മഴ പെയ്താൽ തരൂല. എല്ലാവരും 30 രൂപ. ഇതിന് 30 രൂപ. കൊറേ പിടി പിടിക്കുന്നുണ്ട്. കണ്ണിച്ചുകാണ്ടൊന്നും ആരും മേടിക്കാനും പറ്റൂല. മേടിക്കാം. അങ്ങനത്തെ പരിപാടിയാണ്. ഇതൊന്ന് കൊണ്ട് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പാണ്ടിക്കാട് പരിപാടി